തൃശ്ശൂരിലെ ഗഡികളുടെ ആഘോഷം അവിടെ പൊടിക്കുകയാണ്. 15,000-ഓളം ക്രിസ്മസ് പാപ്പാമാരും പിന്നെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോയ മുബഷീർ പാപ്പായും റോഷ്നി പാപ്പായും രണ്ടും കൂടി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാനായി തയ്യാറായി നിൽക്കുകയാണ്. റോഷ്നി രാജൻ, മുബഷീർ ബി അക്ബർ എല്ലാം റെഡിയായോ? നമുക്കൊരു പാട്ടും ഡാൻസും ഒക്കെ ഒന്ന് ആയാലോ? ഒരു വൈബ് വരട്ടെ. തീർച്ചയായും പാട്ട് പാടാൻ നേരത്തെ തന്നെ ഇവർ തയ്യാറായതാണ്. അതിനിടയിൽ ആവേശത്തിലേക്ക് പോയി എന്നുള്ളത്. അതാ പുറകിലൊക്കെ എപ്പോഴും ആവേശം അലയടിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. അതിനിടയിൽ ഇത് നമ്മുടെ വടക്കാഞ്ചേരി ടീമാണ്. വീണ്ടും വടക്കാഞ്ചേരി ടീമിന്റെ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നു. മോളുടെ പേരെന്തുവാ? പാട്ടായാലോ? വടക്കാഞ്ചേരി ടീമിന്റെ ഒരു ആവേശമാണ് കേട്ടോ. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദൈവനാദം കേട്ടു ആമോദരാ വർണ്ണരാശികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തൊന്ന് തിങ്കൾ തലപാടി ഗ്ലോറിയ അങ്ങ് തിങ്കൾ തലപാടി ഗ്ലോറിയ. ഒന്നും പറയാനില്ല അല്ലെ. നമ്മുടെ മുന്നിലൊരു മിടുക്കി ഒരു പാട്ട് പാടാൻ വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ട്. സുജയ, ഇതാണ് ഇവിടുത്തെ ഒരു ആവേശം. അതിന്റെ ഒരു ഫുൾ വൈബിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പാട്ട് ക്രിസ്മസ് ക്രിസ്മസ് മെറി ക്രിസ്മസ് ബോണത്താലേ മീൻസ് മെറി ക്രിസ്മസ് സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി ബോണത്താലേ വീണ്ടും വന്നിടുന്നു ഗ്ലോറിയ ഗീതകം പാടി പൂതിച്ചിടം ഗാനവരോടൊപ്പം നൃത്തം ചെയ്യാം രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം എന്നും ആഘോഷമായി സിരകളിലും ക്രിസ്മസ് മൊഴികളിലും ക്രിസ്മസ് ഹൃദയത്തിൻ ആനന്ദം ബോണത്താലേ സിരകളിലും ക്രിസ്മസ് മൊഴികളിലും ക്രിസ്മസ് ഹൃദയത്തിൻ ആനന്ദം ബോണത്താലേ. അപ്പോ റോഷ്നി മുബഷീർ തലക്കോട്ടുകര നമ്മുടെ ഈ ബോണത്താലെ പരിപാടിക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ പാട്ടാണ്. തീർച്ചയായും നമുക്ക് ഇവരുടെ ഒരു ആഘോഷം അത് എങ്ങനെയായിരിക്കും? ഈ പാപ്പമാരുടെ മഹാസംഗമം എന്ന് പറയുമ്പോൾ ഇവരവിടെ നിരത്തിൽ കുത്തിയിരിക്കുകയാണല്ലോ. ഇവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന സമയം എപ്പോഴത്തേക്കാവും? ഇവിടെ ഇപ്പോൾ സത്യം പറയാൻ ഗതാഗത നിയന്ത്രണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടും ഒക്കെ ഇവരെ ഇങ്ങനെ ഒരു ഇരുത്തിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇവർ മൂവ് ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പരിപാടി നടക്കുന്ന ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം സിപി. അതായത് ഇവിടെ സുജയ ഇവിടെ വെച്ചാണ് ഫ്ലാഗ് ഓഫ് നടക്കുന്നത്. ഫ്ലാഗ് ഓഫ് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിരവധി പ്രമുഖർ ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞാലായിരിക്കും ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് ഈ പറയപ്പെടുന്ന പപ്പാഞ്ഞിമാരൊക്കെ തന്നെ ഇറങ്ങുക. അതിനുശേഷം തൃശ്ശൂർ നഗരത്തിൽ ഏകദേശം 15 ഫ്ലോട്ടുകൾ ഉൾപ്പെടുന്ന മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി അവസാനിക്കാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങളിലോട്ടൊന്ന് പോകാമെന്ന് തോന്നുന്നു. പക്ഷേ പപ്പാഞ്ഞിമാരെ കൂടെ തന്നെ ഇതിനു വേണ്ടി ഇതിന്റെ സംഘാടകർ സജ്ജമാക്കിയ ദൃശ്യങ്ങൾ ആ ഒരുക്കങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണല്ലേ. ഇപ്പോൾ ഇതാ ഒട്ടകങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. റോഷ്നി കാണാമോ? പിന്നെ അത്ര മുന്നിലൂടെ ഒട്ടകം പോയിട്ട് റോഷ്നി എങ്ങനെ കാണാതിരിക്കുക? മൃഗത്തെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ റോഷ്നി? കണ്ടോ നമ്മുടെ അതെ 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 ബത്ലഹേമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാഴ്ചകളാണ് മുബഷീർ ബി അക്ബർ നമ്മളിവിടെ തൃശ്ശൂർ കാണുന്നത്. ഹായ് സംസാരിക്കുമല്ലോ അല്ലേ? തമിഴാണോ? നിങ്ങ நல்லா இருக்கு. கேரளா ஃபர்ஸ்ட் டைம் தானா? ஃபர்ஸ்ட் டைம். கேரளா செலிப்ரேஷன் எப்படி இருக்கு? பயங்கரமா இருக்கு. இந்த மாதிரி செலிப்ரேஷன் அங்க இருக்கா? தமிழ்நாடு? இல்ல இல்ல. நீங்க எங்க தானே? தமிழ்நாடு திருச்சி. உங்க ட்ரெஸ்ஸிங் ரொம்ப பிடிச்சிருக்கு. அவ்வளவு அழகா இருக்கு. ரொம்ப பிரமாதம் முபஷீர், ரொம்ப பிரமாதம். മുത്തം സുജയ ഇതൊരു വല്ലാത്തൊരു നീക്കമാണ്. ഇത് പറയാതെ വയ്യ. അറബിക്കഥകളിൽ മാത്രം കേട്ടിരുന്ന ഒട്ടകം എന്നെ ചുംബിക്കുന്ന ഒരു കാഴ്ചയാണ് സുജയ. എന്നെ സംബന്ധിച്ച് ഇതൊരു വെല്ലുവിളിയല്ല. ഏറ്റുവാങ്ങിയ മാധ്യമ മേഖലയിലെ ഒരേ ഒരു ജേർണലിസ്റ്റായി മുബഷീർ മാറിയിരിക്കുകയാണ്. ഇതാണ് ബോണത്താലെ എന്ന് പറഞ്ഞാൽ ഇത്തരം അപൂർവമായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. തീർച്ചയായും മൂന്ന് രാജാക്കന്മാര് യേശുവിന്റെ ജനനത്തിന് നക്ഷത്രം നോക്കി കാണാൻ വരുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ മൂന്ന് ഒട്ടകങ്ങളെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് മൂന്ന് രാജാക്കന്മാരാണ്.
വെറും ഒട്ടകങ്ങളല്ല, അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഒട്ടകം ആദ്യമായിട്ടല്ലേ നമ്മുടെ പരിപാടിയിലേക്ക് ഒട്ടകം ഈ അടുത്ത വർഷങ്ങളിൽ ആദ്യമായിട്ടാണ് ഒട്ടകം വരുന്നത്. അപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർക്കാർക്ക് ഒട്ടകം ഒരു പുതുമയാകട്ടെ എന്നും കൂടി ആനയെ മാത്രം കണ്ടാൽ പോരാ, ഇടയ്ക്ക് ഒട്ടകത്തിനെയും കാണാം. യെസ്, അതും കൂടി നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. അത് വളരെ മനോഹരമായി. അപ്പൊ ഒട്ടകങ്ങളെയൊക്കെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് സുജയ. അദ്ദേഹത്തിന്റെ ആ വസ്ത്രധാരണം അത് എത്രത്തോളം മനോഹരമാണ് റോഷ്നി, അതൊന്നുകൂടെ കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു. അണ്ണേ എന്നാ പേരെണ്ണേ? பேர் கந்தசாமி. எங்க தமிழ்நாடு திருச்சி ஸ்ரீரங்கம். இந்த மாதிரி செலிப்ரேஷன் ஃபர்ஸ்ட் டைம் ஜாலியாக இருக்கு. என்ஜாய். ஒட்டகம் தானா? ஒட்டகுக்கு என்ன தமிழ்ல என்ன சொல்லுங்க? பேர் வந்து கேமல். இது ஒட்டகம், இது இங்கிலீஷ் காம்பேல். யாரு டிசைன் பண்ண? இது இங்கே பிடிச்சிருக்கா ட்ரெஸ்ஸிங்? இதுதான் கேரളം. ഓക്കെ, എന്തായാലും ரொம்ப അഴകാ ഇരിക്കണ്ണ. നമ്മൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒട്ടകം, ഞാൻ ഈ കുടുങ്ങിപ്പോയി ഒട്ടകത്തിനുള്ളിൽ മുബഷീർ. ഇതിപ്പോ ഇതുവരെ ഒട്ടകം. ഇനി വരാൻ പോകുന്നത് തമിഴ് എന്റെ വായിൽ നിന്ന് വരുന്നു. ഇനി വരാൻ പോകുന്നത് ഇതിലേറെ അല്ലേ? ഇവിടെ ഒരുപാട് കാഴ്ചക്കാരൊക്കെ ഉണ്ട്. തൃശ്ശൂരാണ് റോഷ്നി. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ആ ഒട്ടകത്തിൽ നിന്ന് റോഷ്നി ഞാൻ നേരത്തെ പറയാൻ വന്നത്, നമ്മുടെ മുബഷീറിന് ഒരു കാതൽ കിസ്സാണ് കിട്ടിയത്. അപ്പോ മുബഷീർ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് പതുക്കെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. തീർച്ചയായും. അപ്പൊ നമ്മൾ ഇനി ഈ ഒരു വലിയ സംഘത്തോടൊപ്പം നീങ്ങാൻ പോവുകയാണ്. 5 മണിയോടുകൂടി തന്നെ ഈ സ്വരാജ് റൗണ്ട് ചുറ്റാൻ പോവുകയാണ് ഈ പാപ്പാഞ്ഞിമാര്. അതിൽ ഫ്ലോട്ടുകളിൽ ഇത്തവണത്തെ പ്രത്യേകത സുജിയ, AI ഫ്ലോട്ടുകളുണ്ട്. അതിന്റെ കൂടെ കണ്ടില്ലേ ഒട്ടകമുണ്ട്. ഒട്ടകമൊക്കെ ഇത്തവണ മാത്രമാണുള്ളത് മുബഷീർ. അപ്പൊ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ. ഇത്തവണ പുതുതായിട്ടാണ് അത്തരമൊരു സംഭവം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഭാഗത്തൊക്കെ തന്നെ നിരവധി കാഴ്ചക്കാർ ഇപ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഓരോ തവണ ഇതിന്റെ സംഘാടകരെ സംബന്ധിച്ച് തന്നെയാണ് അഭിനന്ദിക്കേണ്ടത്. ഓരോ തവണയും നവ്യാനുഭവം പകരാൻ പാകത്തുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇത്തവണ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ആനപ്രേമമാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ അത് മറികടന്ന് ഒട്ടകത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയായിരുന്നു, തൃശ്ശൂരിന് യഥാർത്ഥത്തിൽ ഇപ്പോ സമകാലികമായിട്ട് ഒരുപാട് നിറങ്ങളുണ്ട്. നമ്മുടെ MLA ആരാണ്? ഏത് പാർട്ടിയുടെ ഭാഗമാണ്? ചുവപ്പാണ്. MP ഏതാണ്? കാവിയാണ്. BJP ആണ്. ഇപ്പൊ വന്ന മേയറോ UDF ആണ്. പക്ഷെ ഇന്ന് തൃശ്ശൂരിന് നിറം ഏതാണ്? ചുവപ്പാണ്. അത് പറഞ്ഞു വരികയായിരുന്നു നമ്മളുടെ ഒരു പ്ലോട്ടാണ്. നിറങ്ങൾ ഇവിടെ ഈ പരിപാടികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രത്യേകതരം വാഹനമാണെന്ന് തോന്നുന്നല്ലേ റോഷ്നി? ഇവിടെ ഒരുപാട് കുരുന്നുകളൊക്കെ തന്നെ ഉണ്ട്. കണ്ടോ? അപ്പൊ ഒരുപാട് ഇവരെ കുറിച്ച് കൂടുതൽ ചേച്ചി എവിടുന്നാ? ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത വണ്ടിയാണോ? സ്പെഷ്യൽ വണ്ടിയാണല്ലേ? ഒരു ഫാമിലിയാണ്. എന്റെ 4 മക്കളാണ്. ബൈബിളിലുണ്ട് മക്കള് ദൈവത്തിന്റെ നിങ്ങള് ആദ്യമായിട്ടാണോ പൊന്നത്താലേ വരുന്നത്? അത് സ്ഥിരമായി വരാറുണ്ടോ? ഞാൻ എന്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് കാണാൻ വരാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ബൈബിളിൽ എന്തോ പറയാൻ വന്നു. ബൈബിളില് മക്കള് ദൈവത്തിന്റെ ദാനമാണെന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അത് പ്രമോട്ട്, ഞങ്ങൾക്ക് 4 മക്കളായതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം. ഇതിനൊരു സന്ദേശമുണ്ട്. അപ്പോ ഓരോ പ്ലോട്ടുകൾക്കും ഓരോ സന്ദേശങ്ങളാണ്. കാര്യം പറയാണ്ട്, ഒട്ടകം ചുംബിച്ച ഭാഗത്ത് എനിക്കൊരു ചൊറിച്ചിൽ വരുന്നുണ്ട്. അത് ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഒട്ടകം ചുംബിച്ചതിനോടൊപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ കയറണമെന്ന ആഗ്രഹമുണ്ട് റോഷ്നി. പക്ഷേ ഇവിടെ ഇവരുടെ ഫാമിലിക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിക്കാതെ തീർച്ചയായും ഈ കുതിരയെ കൂടെ കാണിക്കാൻ തോന്നുന്നു. CP ആ വിഷ്വലിലൂടെ ശേഷം അപ്പോൾ ഇനി നമ്മൾ കുതിരയാണ് കാണിക്കാൻ പോകുന്നത്. കുതിര എല്ലാ പ്രാവശ്യം ഉണ്ടാവും തോന്നുന്നു. നോക്കൂ, കുതിരയുടെ മുന്നിൽ നിന്ന് ഒരുപാട് പേർ വന്ന് ഫോട്ടോ എടുക്കുകയാണ്. എന്താ വിശേഷം? നല്ല വിശേഷം. നമ്മുടെ പരിപാടിയൊക്കെ ഇത്തവണ ഉഷാറായിട്ട് എത്രത്തോളം പപ്പാഞ്ഞിമാരാ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. കാണാൻ തന്നെ ഞാൻ പോകുന്നത്. എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് നമ്മുടെ പൊന്നത്താലെ കാണുന്നാണല്ലോ. ഇപ്രാവശ്യത്തെ പരിപാടി ഒന്നുകൂടെ കളർഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? എവിടുന്നാ വരുന്നേ? ഞങ്ങൾ തൃശ്ശൂർക്കാരന്നെ. കാഞ്ഞാണി വഴി അവിടെ ഇത് കാണാനായിട്ട് പോകണ്ടാ. രസമുണ്ടോ? കണ്ടിട്ട് എന്ത് തോന്നണു? നല്ലതാ. നല്ലതാ അല്ലേ? ഇനിയും വരുമോ കാണാൻ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമുക്ക് പോണ്ടേ? വരുന്നുണ്ട് കൂടെ. വേറെ ദിക്കിലിട്ടേക്കാ. തൃശ്ശൂരില് ക്രിസ്മസിന് നടത്തുന്ന തൃശ്ശൂർ പൂരാണ് പൊന്നത്താല എന്ന് പറയലേ അമ്മമ്മേ? അങ്ങനെ പറയാം. തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ?
അപ്പൊ ഏതാ നല്ലത്, തൃശ്ശൂർ പൂരാണോ പൊന്നത്താല്? രണ്ടു രസം, നല്ലതാ, രണ്ടും നല്ലതാ. രണ്ടും അടിപൊളിയാ അല്ലേ? തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകതയാണല്ലേ ഇങ്ങനെ? അല്ല, ഇത്രയും ആഘോഷിക്കുന്ന ഒരു ജില്ല ഉണ്ടോ? തീർച്ചയായും നമ്മൾ അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കാൻ പാകത്തിലുള്ള സജ്ജീകരണം. നേരത്തെ ഞാൻ പറഞ്ഞു സംഘാടകരെ കുറിച്ച്. ഇവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ വാഹനത്തിൽ തന്നെ പപ്പാഞ്ഞിമാരായി വേഷം. അപ്പൊ എല്ലാരും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോ റോഷ്നി, മുബഷീർ എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. നിങ്ങളും ഒന്ന് തയ്യാറായിക്കോളൂ. നമുക്ക് അത് പാപ്പാമാരുടെ റാലിയായി, ഒരു മഹാറാലിയായി തൃശ്ശൂർ കീഴടക്കുന്ന വേളയിൽ വീണ്ടും എത്താം നിങ്ങളിലേക്ക്. നമുക്ക് ആ പാപ്പാ പൂരം ഇത്തവണ നമുക്ക് കളറാക്കണം. തൃശ്ശൂർ പൂരം കളറാക്കിയതുപോലെ അടുത്തത് നമ്മൾ പാപ്പാ പൂരത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ റോഷ്നി രാജനും മുബഷീർ അക്ബറും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും ആ കളർഫുൾ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവിടെ തയ്യാറായി നിൽക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് റിപ്പോർട്ട്. ഒരു കാഴ്ചയും മിസ്സാവില്ല.